ഈ പാളം മുറിച്ച് കടക്കുന്നതിനിടെ ആനകളൊക്കെ ട്രെയിൻ ഇടിച്ച് അപകടത്തിൽപ്പെടുന്ന ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. ഈ അടുത്തിടയ്ക്ക് തന്നെ കേരളത്തിൽ നിന്ന് പോലും അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരുന്നതുകൊണ്ട് ഇതിനൊരു പരിഹാരം തേടി തമിഴ്നാട് വനംവകുപ്പും റെയിൽവേയും ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ദക്ഷിണ റെയിൽവേയുമായി സഹകരിച്ച് കേരള തമിഴ്നാട് അതിർത്തിയായ മധുക്കരയിൽ വനംവകുപ്പ് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിതമായ മുന്നറിയിപ്പ് സംവിധാനം പാളത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. വിനയുണ്ണി വീണ്ടും നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. വിനയ്, ശരിയാണ്, ഇങ്ങനെ എത്രയോ വാർത്തകൾ നമ്മൾ കേൾക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഈ അടുത്തിടയ്ക്ക് പോലും അങ്ങനെ ഒരു വാർത്തയൊക്കെ നമ്മൾ കുറെ ചർച്ച ചെയ്തതാണ്. തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം ഉണ്ടാകണം എന്നുള്ളത് അത്യാവശ്യമാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു സംവിധാനം, AI സംവിധാനം, അതിന്റെ സഹായത്തോടു കൂടി മുന്നിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് ഈ സംവിധാനം പ്രവർത്തിക്കുന്നത്? എന്താണ് അവർ പറയുന്നത്? പൂജ മറ്റു വനാതിർത്തികളിലേക്കാളും കൂടുതലാണ് ഈ വാളയാറിനും, കൃത്യമായി പറഞ്ഞാൽ വാളയാറിനും എട്ടിമടയ്ക്കും ഇടയിലുള്ള ഈ ഭാഗം എന്ന് പറയുന്നത്. വാളയാർ എന്ന് പറയുന്നത് കേരളത്തിലും എട്ടിമട എന്ന് പറയുന്നത് തമിഴ്നാട്ടിലുമാണ്. ഇതിനിടയിലുള്ള ഭാഗം എന്ന് പറയുന്നത് 7 കിലോമീറ്റർ എന്ന് പറയുന്നത് ആനകൾ സ്ഥിരമായി ഈ പാളം മുറിച്ചു കിടക്കുന്ന ഒരു മേഖലയാണ്. പലപ്പോഴും ഇവിടെ ട്രെയിൻ ഇടിച്ച് ആനകൾ ചെരിയുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതോടുകൂടിയാണ് മദ്രാസ് ഹൈക്കോടതി കഴിഞ്ഞ 2 വർഷം മുമ്പ് ഇതിൽ ഇടപെട്ട് ഈ ഭാഗത്തെ ട്രെയിനിന്റെ വേഗത കുറയ്ക്കണമെന്ന് നിർദ്ദേശിച്ചത്. ഇതോടുകൂടിയാണ് തമിഴ്നാട് വനം വകുപ്പ് ഇതിനൊരു പരിഹാരം വേണമെന്ന നിലയ്ക്ക് ഈ 7 കിലോമീറ്റർ ഭാഗത്തുള്ള 2 ട്രാക്കിലുമായി ഇപ്പോൾ 12 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾക്ക് പുറമെ തെർമൽ സ്കാനറും ഉൾപ്പെടെയുള്ള ഒരു മുന്നറിയിപ്പ് സംവിധാനമാണ് ഇപ്പോൾ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ മുന്നറിയിപ്പ് സംവിധാനം വെച്ചതോടുകൂടി കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് വെച്ചത്. മാർച്ച് മാസത്തെ ഒരു കണക്കെടുത്തപ്പോൾ 150 തവണ ആനകൾ ഇതുവഴി ക്രോസ് ചെയ്യുന്നത്, ഒരു മാസത്തിനിടയ്ക്ക് 150 തവണ ഈ പാളം മുറിച്ചു കിടക്കുന്ന സംഗതി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മുന്നറിയിപ്പ് സംവിധാനത്തിലൂടെ കൃത്യമായി വനം വകുപ്പിനും ദക്ഷിണ റെയിൽവേക്കും കൃത്യമായി സന്ദേശം നൽകാൻ സാധിക്കും. ഇതുവഴി വാളയാറിനും എട്ടുമടയ്ക്കും ഇടയിൽ ട്രെയിൻ വരികയാണെങ്കിൽ കൃത്യമായി ലോക്കോ പൈലറ്റിനെ ഇവിടെ വെച്ച് ട്രെയിനിന്റെ വേഗം നിയന്ത്രിക്കാൻ സാധിക്കും. മാത്രമല്ല, ഈ സമയം കൊണ്ട് വനംവകുപ്പ് ജീവനക്കാർക്ക് എത്തി ആനകളെയോ മറ്റു കാട്ടുമൃഗങ്ങളെയോ ഈ പാളത്തിൽ നിന്ന് തുരത്തുവിടാനുള്ള സാവകാശം ലഭിക്കുകയും ചെയ്യും. അങ്ങനെ വന്യമൃഗങ്ങളെ, പ്രത്യേകിച്ച് ആനകളുടെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി തമിഴ്നാട് വനംവകുപ്പ് ഏർപ്പെടുത്തിയ ഒരു മികച്ച മാതൃകയാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക. വാളയാറിനും മുന്നോട്ട് പോകട്ടെ.